എൻ്റെ ഗീതു ദേ അയ്യപ്പേട്ടനും ഗോവിന്ദേട്ടനും കൂടി അവിടെ ഭയങ്കര മദ്യപാനം. ദേ നീ ഇല്ലാത്തതിൻ്റെ കുറവും മുഴുവനും അടിച്ച് പൊളിക്കുന്നുണ്ട് അവിടെ രണ്ടാളും കൂടി ചേർന്ന്. ഇതങ്ങനെ വിട്ട് കൊടുക്കരുത് മോളെ. നീ ഇതിന് തക്കതായിട്ടുള്ള പ്രതിവിധി ചെയ്യണം. ദേ ഇപ്പം തന്നെ വീഡിയോ കോളിൽ വന്നിട്ട് രണ്ട് കണ്ണ് പൊട്ടുന്ന കണക്ക് ചീത്ത വിളിക്കണം. ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രേഖയും രഞ്ജുവും കൂടി ചേർന്നിട്ട്. ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഗീതു ഭയങ്കരമായിട്ട് ചാർജ് ആവുകയാണ്. പിന്നീട് അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂ കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ ഇരുന്ന് കുറേ കസേരകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കണം, നല്ല പച്ച കളറിലുള്ള കസേരകൾ. അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മുടെ ഗീതു ഇരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ കണ്ണേട്ടനെ സ്വപ്നം കാണുകയാണ്. നമ്മുടെ ഗീതുവും പുള്ളിക്കാരനും കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഗീതു ഗോവിന്ദനോട് പറയാണ്, കണ്ണേട്ട എനിക്ക് കുറേ നാളായിട്ട് കണ്ണേട്ടനോട് ഒരു കാര്യം പറയാനായിട്ട് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് നടക്കുകയായിരുന്നു. എനിക്ക് ഇന്നത് തുറന്നു പറയണം കണ്ണേട്ടനോട്. പിന്നെ എൻ്റെ പ്രണയോപഹാരമായിട്ട് എനിക്കൊരു കർമ്മം ചെയ്യാനുണ്ട്, ഞാനത് ചെയ്തോട്ടെ കണ്ണേട്ടാ. അപ്പോൾ ഉടനെ കണ്ണേട്ടൻ പറയണം, അത് നീ ചെയ്തോളൂ ഗീതു, എന്താണെങ്കിലും നീ അത് ചെയ്തോളൂ. അപ്പോൾ തന്നെ നമ്മുടെ ഗീതു ഇങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ണിൽ കണ്ണാലെ നോക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരുടെയും ലിപ്പാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഗീതുവും ഗോവിന്ദവും തമ്മിൽ ഇങ്ങനെ അടുത്ത് വരെയാണ് ഇതുവരെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഗീതു കണ്ണിങ്ങനെ ഇങ്ങ് തുറന്നു പോവുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ചുറ്റും ഒന്നുമില്ല, കണ്ണനും ഇല്ല, ഗോവിന്ദനും ഇല്ല, ആരുമില്ല. നമ്മുടെ ഗീതു ഒറ്റയ്ക്കിരുന്ന് ദിവാസ്വപ്നം കാണുകയാണെന്ന് ഗീതുവിന് മനസ്സിലാവുകയാണ്. ഗീതു പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയിട്ട് ചുറ്റും നോക്കുകയാണ് ആരെങ്കിലും കണ്ടോ എന്ന്. പക്ഷേ അവിടെ ആരുമില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗീതുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഫോണ് എടുത്ത് ഗീതു ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദും അയ്യപ്പേട്ടനും കൂടി മദ്യപിക്കുന്നതിൻ്റെ വീഡിയോയാണ് നമ്മുടെ രഞ്ജു അയച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കുകയാണ് നമ്മുടെ ഗീതു. നോക്കുമ്പോഴത്തേക്ക് ഗീതുവിന് കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. ആകെ അത് കണ്ട് ആകെ പ്രാന്ത് പിടിക്കുകയാണ്. ഗോവിന്ദ് കള്ളു കുടിക്കുന്നു, അയ്യപ്പേട്ടൻ ഒഴിച്ചു കൊടുക്കുന്നു. രണ്ടുപേരും അഴകൊഴാന്നുള്ള സംസാരവും പാട്ടും കൂത്തും ബഹളവും തന്നെ. ഇത് കാണുമ്പോൾ തന്നെ ഗീതുവിൻ്റെ സമനില തെറ്റിയാണ്. അപ്പം തന്നെ ഗീതു പറയണ്, വാക്ക് തന്നിട്ട് പാലിക്കാത്ത ദുഷ്ടാ, എന്നെക്കൊണ്ട് നിങ്ങൾ കണ്ണൻ എന്നുള്ള പേര് മാറ്റി വിളിപ്പിക്കും എന്ന് പറയുകയാണ് ഗീതു. ഇന്നുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലെ ഞാനൊരു തീരുമാനം എടുപ്പിച്ചിരിക്കും എന്നിങ്ങനെ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് അപ്പം തന്നെ വീഡിയോ കോളിൽ വരികയാണ് നമ്മുടെ രേഖയും നമ്മുടെ രഞ്ജുവും കൂടി ചേർന്ന്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രേഖ ഇങ്ങനെ പറയുകയാണ്, ഗീതുമോളെ നീ കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ, ഇന്നത്തത് കൊണ്ട് നീ ഇതിനൊരു തീരുമാനം എടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, ദേ ഗീതു, നമ്മൾ പെണ്ണുങ്ങളുണ്ടല്ലോ വിട്ടു കൊടുക്കരുത്, നമ്മളുടെ പവർ കാണിക്കണം ഗീതു. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം തന്നെ വീഡിയോ കോളിൽ വാ, എന്നിട്ട് കണ്ണ് പൊട്ടുന്ന 4 പേർ ഗോവിന്ദേട്ടനെ വിളിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഗീതു പറയണ, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയം നമ്മുടെ അയ്യപ്പേട്ടൻ ഗോവിന്ദനോട് ചോദിക്കുകയാണ്, അല്ല കുഞ്ഞെ, എന്താ കുഞ്ഞിന് പറ്റിയത്? ഇപ്പോൾ കുറേ നാളുകൊണ്ട് കുഞ്ഞിനെ ഇത്രയധികം സന്തോഷത്തിൽ കാണാറേ ഇല്ലായിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ കുഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ കാരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, അതെ അത് എന്താണെന്ന് വെച്ചാൽ അയ്യപ്പേട്ട, ഇന്ന് കൊണ്ട് എല്ലാം സെറ്റാവും, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതെന്താ ഗോവിന്ദ് കുഞ്ഞ് ഇന്നുകൊണ്ട് സെറ്റാവും എന്ന് പറയുന്നത്? അതെ, അവൾ ഇന്നുകൊണ്ട് അവളുടെ മനസ്സിലിരിക്കുന്ന പ്രണയം എന്നോട് തുറന്നു പറയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതേടോ വാര്യരെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ അയ്യപ്പൻ ചോദിക്കാണ്, വാര്യരോ? അത് കൊള്ളാം, 2 പെഗ്ഗകത്ത് ചെന്നപ്പോഴത്തേക്ക് ഞാൻ വാര്യറായി മാറിയോ? കുഞ്ഞെ, ഞാൻ അയ്യപ്പനാണ്, അയ്യപ്പൻ നായർ. അപ്പോൾ ഉടനെ ഗോവിന്ദനാണ്, എടോ വാര്യരെ, നമ്മൾ മംഗലശ്ശേരി നീലകണ്ഠനും അറയ്ക്കൽ ഗോവിന്ദ മാധവനും സന്തോഷം വരുമ്പോൾ മുന്നിൽ കാണുന്നവരെല്ലാവരും വാര്യരാണ് എന്ന് പറഞ്ഞിട്ട് കാലൊക്കെ എടുത്ത് കാലിൻ്റെ മണ്ടയിലൊക്കെ കയറ്റി വയ്ക്കുകയാണ്.
എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ ഇരിക്കുന്നത് പോലെ ഭയങ്കര പ്രൗഢിയിലൊക്കെ പുള്ളിക്കാരൻ ഇരിക്കുകയാണ്. എന്നിട്ട് പറയണത് നമ്മളങ്ങനെയാണ് കേട്ടോ വാര്യരെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, അപ്പോൾ ഉടനെ നമ്മുടെ അയ്യപ്പേട്ടൻ ചോദിക്കുകയാണ്, അല്ല പ്രണയം തുറന്നു പറയുന്നു നിങ്ങൾ രണ്ട് കൂട്ടരും പറയുന്നതല്ലാതെ ആരും ഒന്നും പറയുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ പറച്ചിലേ നടക്കുള്ളൂ എനിക്ക് തോന്നുന്നത്. ഇതിലെ പണ്ടാരണ്ട പറഞ്ഞ കണക്ക് തൊമ്മം മുറുവുമ്പോൾ ചാണ്ടി അഴിയും എന്ന് പറഞ്ഞ കണക്കല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അങ്ങനെ ഒന്നും അല്ല അയ്യപ്പേട്ട, ഇന്ന് എന്തായാലും ഗീതുവിൻ്റെ മനസ്സിലുള്ളത് അവൾ എന്തായാലും എന്നോട് തുറന്ന് പറയുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ അവൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അസുഖം മാറുമ്പോൾ അമ്മയുടെ അസുഖത്തെപ്പറ്റി നല്ലൊരു വിവരം ഡോക്ടറിൽ നിന്നും കിട്ടുമ്പോൾ അവളുടെ മനസ്സ്, അതായത് അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ മനസ്സ് എന്നോട് തുറന്നു പറയും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഗീതുവിൻ്റെ അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ട്യൂമർ എന്നേക്കുമായിട്ട് നീക്കം ചെയ്തു, ഇനി ചെക്കപ്പുകളും കാര്യങ്ങളും മരുന്നും ഗുളിയായിട്ട് പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, 2-3 വർഷത്തേക്ക് ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് പേടിക്കാൻ യാതൊരുവിധ കാര്യവുമില്ല, ഇന്ന് തന്നെ ഗീതു എൻ്റെ മനസ്സ് തുറന്നിരിക്കും. അപ്പോൾ ഉടനെ അയ്യപ്പേട്ടൻ പറയാണ്, അഥവാ തുറന്നില്ലെങ്കിൽ കുഞ്ഞെന്ത് ചെയ്യും? അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, തുറന്നില്ലെങ്കിൽ ഞാൻ എൻ്റേതങ്ങ് തുറക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയണ, ഏയ് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അയ്യപ്പേട്ട അങ്ങനെ? അല്ല, കുഞ്ഞിനെ കൊണ്ട് അതിനൊന്നും പറ്റില്ല, കുഞ്ഞിൻ്റെ പറച്ചിൽ മാത്രമേ നടക്കൂ, അല്ലാതെ മറ്റൊന്നും നടക്കില്ല, അതിനുള്ള കഴിവൊന്നും കുഞ്ഞിനില്ലെന്നേ എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, ദേ മനുഷ്യ, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ, അയ്യപ്പേട്ടൻ കണ്ടോ ഞാൻ എല്ലാം തുറന്ന് പറയും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ ഗോവിന്ദൻ പറയണേ, എൻ്റെ കുഞ്ഞെ അങ്ങനെ തുറന്നു പറയുന്നെങ്കിലുണ്ടല്ലോ, നേരെ ചെന്നങ്ങ് തുറന്നു പറയരുത്, പല തവണ റിഹേഴ്സൽ ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം മാത്രമേ പറയാവൂ, ഇനി ഒരു അബദ്ധം വായിൽ നിന്നും വീഴാൻ പാടില്ല. അപ്പോൾ ഗോവിന്ദ് പറയണു, വേണ്ട അയ്യപ്പേട്ട, എനിക്കങ്ങനെ റിഹേഴ്സലിൻ്റെ ആവശ്യമേ ഇല്ല, ഞാൻ ഒറ്റ ടേക്കിൽ തന്നെ റെഡിയാക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയാണ്, വല്ലതുമൊക്കെ നടക്കുമോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ അയ്യപ്പേട്ടൻ പറയണേ, എൻ്റെ കുഞ്ഞിൻ്റെയും ഗീതുമോളുടെയും പ്രണയം ഉണ്ടല്ലോ, അതൊരു ചരിത്ര സംഭവം തന്നെ ആക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, അത്രയ്ക്കൊക്കെ വേണോ അയ്യപ്പേട്ട എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അയ്യപ്പൻ പറയണേ, വേണം കുഞ്ഞ്, വേണം, ഒരുപാട് വേണം എന്നൊക്കെ ഇങ്ങനെ പറയണേ. രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും സംസാരം അഴകൊഴ എന്നാണ്. പക്ഷേ എനിക്കങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിതിങ്ങനെ നോർമലായിട്ടങ്ങ് സംസാരിച്ച് വരുന്നത് കേട്ടോ. നിങ്ങളൊരു അഴകുഴഞ്ച മട്ടിൽ നിങ്ങളതിനെ അങ്ങ് എടുത്തോളണം കേട്ടോ. അങ്ങനെ പറയുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പേട്ടൻ ഗോവിന്ദനോട് പറയണേ, എൻ്റെ കുഞ്ഞുണ്ടല്ലോ, ഗീതുവിനെ ഭാവനയിൽ കാണാറുണ്ടല്ലോ, എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, മായാ ഗീതു ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗീതുമോള് മായയായിട്ട് കുഞ്ഞിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് കുഞ്ഞ് എങ്ങനെയായിരിക്കും ഈ പ്രണയം തുറന്നു പറയുന്നത് എന്ന് ഒന്ന് പറ കുഞ്ഞ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദൻ, ഏയ് അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, അതുണ്ടല്ലോ, അത് ചില സമയങ്ങളിൽ ഗീതു എൻ്റെ മുന്നിലേക്ക് വരും, അപ്പോഴാണ് ഞാൻ അറിയാതെ എൻ്റെ മനസ്സുണരുന്നത്, അല്ലാതെ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുമ്പോഴൊന്നും മായാ ഗീതു അങ്ങനെ വരത്തൊന്നുമില്ല, അത് മനസ്സിൽ നിന്ന് വരുന്നതാണ്. അതിനൊരു പ്രത്യേക എന്താണ് പറയുന്നത്, എൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ഫാൻറ്റസി ഉണ്ട്, അത് അങ്ങനെ എപ്പോഴും ഒന്നും ഉണരില്ല, ചില പ്രത്യേക സാഹചര്യത്തിൽ ആ ഫാൻറ്റസി അങ്ങ് ഉണരും, അപ്പോഴാണ് ഈ മായാ ഗീതു വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് മാത്രമേ എനിക്ക് ആ ഡയലോഗുകളൊക്കെ ഗീതുവിനോട് പറയാൻ പറ്റൂ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ അയ്യപ്പൻ പറയാണ്, എൻ്റെ കുഞ്ഞെ, ഫാൻറ്റസി വേണ്ട, ഡയലോഗ് മതി, എനിക്ക് കുഞ്ഞ് പറയുന്ന ഡയലോഗ് കേട്ടാൽ മതി, ഗീതുവിനോട് പ്രണയം പറയുന്ന ആ ഡയലോഗ് മാത്രം എനിക്ക് കേട്ടാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഇല്ല അയ്യപ്പേട്ട, ഇല്ല, അത് പറ്റൂല, എനിക്ക് ഫാൻറ്റസിയും വേണം, എനിക്ക് മായാഗീതുമായിട്ട് വരണം, അങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് എല്ലാം പറയാൻ പറ്റൂ അയ്യപ്പേട്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ അയ്യപ്പേട്ടൻ പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പറ, നിങ്ങളുടെ മരമോന്ത കണ്ടാൽ ഫാൻറ്റസി ഒന്നും വരൂലെന്നേ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞൊരു കാര്യം ചെയ്യും, കുഞ്ഞൊന്ന് കണ്ണൊക്കെ അടച്ച് ഒന്ന് കൂളായതിന് ശേഷം മായാഗീത് വരുമെന്ന് നോക്ക്, എന്നിട്ട് പറ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ണടച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അയ്യപ്പേട്ടൻ ചോദിക്കുകയാണ്, കുഞ്ഞേ മായാഗീതു വന്നോ? ഇല്ല അയ്യപ്പേട്ട, വന്നില്ല, മായാഗീതു വന്നില്ല.
എന്നാൽ വരും കേട്ടോ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയണം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് എന്ത് ചെയ്യുന്നു, ടച്ചിങ്സിന് കൊണ്ടുവച്ചിരുന്ന ചിക്കൻ കാലെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ഒരു മുല്ലപ്പൂവായിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സങ്കല്പിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ അയ്യപ്പേട്ടൻ ചോദിക്കുകയാണ്, അല്ല കുഞ്ഞെ, ഇപ്പോൾ നിങ്ങൾ എവിടെയാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഭാവനയിൽ കാണുന്നതെന്ന് വെച്ചാൽ ഗോവിന്ദിൻ്റെ മുറിയാണ്. ബെഡ്റൂം ഒരു മണിയറയാക്കി അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. നല്ല വെള്ള വിരിപ്പൊക്കെ വിരിച്ച് അതിൻ്റെ പുറത്ത് ചുമന്ന പൂക്കൾ കൊണ്ട് ലവ് ഒക്കെ ഉണ്ടാക്കി ഒത്തിരി പൂക്കൾ, റോസാപ്പൂവും മുല്ലപ്പൂവൊക്കെ വിതറിയ മണിയറയ്ക്കുള്ളിൽ ഗോവിന്ദ് നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മണവാളനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഗോവിന്ദിനോട് അയ്യപ്പേട്ടൻ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞെ ഇപ്പോൾ എവിടെയാ? അപ്പോൾ ഗോവിന്ദ് പറയണേ, അയ്യപ്പേട്ട, ഞാനിപ്പോൾ മണിയറയിലാണുള്ളത്. ഗീതുമോള് വന്നോ? അപ്പോൾ ഗോവിന്ദ് പറയണേ, ഇല്ല, അവൾ വന്നിട്ടില്ല, അവൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇങ്ങനെ ചിക്കൻ കാലാണ് ഇരിക്കുന്നത്. സംഭവം പുള്ളിക്കാരൻ വിചാരിക്കുന്നത് പൂവാണെന്നാണ്. എന്നിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗോവിന്ദ് മണിയറയിൽ ഇരുന്നിട്ട് ഒരു മുല്ലപ്പൂ എടുത്ത് ഇങ്ങനെ വലിച്ച് കയറ്റുകയാണ് മണപ്പിച്ച്. എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഗീതു മെല്ലെ മെല്ലെ നടന്ന് വരികയാണ്. അങ്ങനെ ഗീതു അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അപ്പോൾ വാതിൽ കുറ്റിയിടുന്നു. എന്നിട്ട് അടുത്തേക്ക് വരികയാണ്. അങ്ങനെ നാണിച്ച് ഗോവിന്ദിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്താ ഗീതു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗീതു പറയുകയാണ്, ഒന്നുമില്ല കണ്ണേട്ടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗീതുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഗോവിന്ദ് പറയണേ, എന്താ മുഖത്തൊരു നാണം? എന്നോട് എന്തോ ഗീതുവിന് പറയാനുണ്ടല്ലോ, അതെന്നോടിങ്ങ് പറഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഉടനെ ഗീതു പറയുകയാണ്, അത് കണ്ണേട്ടൻ ആദ്യം പറ. അപ്പോൾ ഗോവിന്ദ് പറയണേ, എന്നാലും ഗീതുവിന് പറഞ്ഞൂടെ എന്നോടത്? അപ്പോൾ ഗീതു പറയണം, അത് പിന്നെ കണ്ണേട്ടനല്ലേ എന്നോട് ആദ്യം പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഗീതു രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ മുഖം പൊത്തുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ, ഇത് സ്ത്രീ സഹജമായ നാണമല്ലേ, പെൺകുട്ടികൾക്ക് ഈ നാണം ഒരു അലങ്കാരമാണ് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ പറയുകയാണ്. എത്രയൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ പെണ്ണല്ലേ, അതിൻ്റെ ഒരു നാണമൊക്കെ നിനക്ക് കാണാതിരിക്കുമോ എന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയണ, നിനക്ക് നാണമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് ആദ്യം പറയാം. അപ്പോൾ ഗീതു പറയണ, എന്നാ കണ്ണേട്ടൻ പറ, എന്താ കണ്ണേട്ടൻ എന്നോട് പറയാനുള്ളത്? അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയാണ്, അറയ്ക്കൽ ഗോവിന്ദ് മാധവിൻ്റെ ഭാര്യയാകാൻ ഗീതാഞ്ജലിക്ക് ഭാര്യയാവാൻ അറയ്ക്കൽ ഗോവിന്ദ് മാധവിൻ്റെ ഭാര്യയാകാൻ ഈ ഗീതുവിന് സമ്മതമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദ്, നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്ന കണക്ക്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗീതു പറയാണ്, അതിന് കണ്ണേട്ടൻ്റെ ഭാര്യയാകാൻ എനിക്ക് എപ്പോഴും സമ്മതമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ സംഭവം ഗീതു ലിപ്പനക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ശബ്ദം കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ശബ്ദമാണ്. കണ്ണേട്ടൻ്റെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഗീതു ലിപ്പനക്കുന്നു, ശബ്ദം നമ്മുടെ അയ്യപ്പേട്ടൻ്റെത്. അപ്പോൾ ഉടനെ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ്, ഗീതു നിനക്കെന്താ ഇപ്പോൾ അയ്യപ്പേട്ടൻ്റെ ശബ്ദം എന്നിങ്ങനെ ചോദിക്കുകയാണ്. മണിയറയ്ക്കുള്ളിലാണ് രണ്ടാളും. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ അയ്യപ്പേട്ടൻ പറയുകയാണ്, എൻ്റെ ഗോവിന്ദ് കുഞ്ഞെ, ഞാനല്ലേ ഗീതുമോളുടെ ഭാഗം സംസാരിക്കേണ്ടത് എന്നിങ്ങനെ പറയണം. അപ്പോൾ പെട്ടെന്ന് ഗോവിന്ദ് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുമ്പിലിരിക്കുന്നത് അയ്യപ്പനാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, നിങ്ങൾ മൊത്തം തൊലിച്ചല്ലോ മനുഷ്യ, നിങ്ങളെല്ലാം തൊലിച്ചു. ഗീതു ഫാൻറ്റസിയിൽ വന്നതായിരുന്നു, ഞാനും ഗീതുവും കൂടെ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടിരുന്നതായിരുന്നു, എല്ലാം തൊലിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴും അയ്യപ്പൻ ചോദിക്കണേ, എൻ്റെ ഗോവിന്ദ് കുഞ്ഞേ, എൻ്റെ മായാഗീതുവിൻ്റെ ശബ്ദം എങ്ങനെ ഉണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. വൃത്തികേട്, വെറും വൃത്തികേട് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഉടനെ എന്നെ ഗോവിന്ദ് പറയണേ, അവൾ ഫാൻറ്റസിയിൽ നന്നായിട്ട് വന്നതായിരുന്നു, മണിയറയിൽ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വന്നതായിരുന്നു, നിങ്ങളുടെ ഈ വൃത്തികെട്ട ശബ്ദം കേട്ടപ്പോഴുണ്ടല്ലോ അപ്പോഴാണ് അവൾ പോയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ അയ്യപ്പേട്ടൻ പറയണം, പിന്നെ അല്ലെങ്കിൽ പിന്നെ അങ്ങ് ഫസ്റ്റ് നൈറ്റ് നടന്നേനെ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അയ്യപ്പേട്ടൻ പറയണേ, എൻ്റെ പൊന്നു കുഞ്ഞിനെ കൊണ്ട് അതിനൊന്നും പറ്റില്ല, പ്രായം കുറേ ആയില്ലേ എന്നിങ്ങനെ പറയുകയാണ്. പറച്ചിൽ മാത്രമേ നടക്കൂ. അപ്പോൾ ഉടനെ അയ്യപ്പേട്ടൻ പറയണേ, മനുഷ്യ, വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ, ആര് പറഞ്ഞു നടക്കില്ലെന്ന്? നിങ്ങൾ കണ്ടോ എൻ്റെ കഴിവ്? അടുത്ത വർഷം ഈ സമയത്ത് ഉണ്ടല്ലോ എൻ്റെ മക്കൾ നിങ്ങളുടെ മുതുകത്ത് കയറിയിരുന്ന് ആന കളിക്കും എന്നിങ്ങനെ പറയണം. അപ്പം അയ്യപ്പൻ പറയണ, നടന്നാ കൊള്ളാം എന്നിങ്ങനെ പറയണം അയ്യപ്പൻ.
അപ്പോൾ അപ്പോൾ ഉടനെ നമ്മുടെ അയ്യപ്പേട്ടൻ പറയുകയാണ്, ഇനിയിപ്പോൾ എന്താ കുഞ്ഞെ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം. മായാഗീതു വരുന്നതിന് മുമ്പായിട്ട്, ഇനി മായാഗീതു വരും, കുഞ്ഞൊന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ മതി, മായാഗീതു വരും. മായാഗീതു വരുന്നതിന് മുമ്പ് 2 പെഗ് പിടിപ്പിക്കുക. എന്നിട്ടിങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെന്നല്ല, കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ മായാഗീതു വരും. അതിന് മുമ്പായിട്ട് 2 പെഗ് കൂടി അടിക്കുക എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ അടിക്കുകയാണ്. മായാഗീതു വന്നോ കുഞ്ഞെ? വന്നില്ല അയ്യപ്പേട്ട, ഇനി വരൂല, അവൾ ഒരു വട്ടേ വന്നോളൂ, ഇനി ഇപ്പോഴൊന്നും വരുമെന്ന് തോന്നുന്നില്ല. എൻ്റെ പൊന്നു കുഞ്ഞെ വരും, കുഞ്ഞൊന്ന് ട്രൈ ചെയ്യ്, കുഞ്ഞിൻ്റെ ട്രൈയിലാണ് കാര്യം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ വീണ്ടും കുടിക്കുകയാണ്. അങ്ങനെ അയ്യപ്പേട്ടൻ ഒഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് വെള്ളം തീർന്നു പോയി. അങ്ങനെ നമ്മുടെ അയ്യപ്പേട്ടൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അകത്ത് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുഞ്ഞ് ഗീതുമോളെ വിളിച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ ഗോവിന്ദ് പറയണം, അത് പിന്നെ ഞാൻ എന്ത് സംസാരിക്കാനാ അയ്യപ്പേട്ട? അല്ല, കുഞ്ഞിൻ്റെ മനസ്സൊന്ന് തുറക്ക്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, അത് എൻ്റെ മൊബൈൽ ഇവിടെ ഇരിപ്പില്ലല്ലോ. അപ്പോൾ അയ്യപ്പൻ പറയണം, അയ്യോ എൻ്റെ മൊബൈലിൽ ചാർജ് തീർന്നു, ഞാൻ കൊണ്ടുപോയി ഇട്ടിട്ട് വരട്ടെ എന്നിങ്ങനെ പറയണം. വെള്ളവും തീർന്നു ഇവിടുത്തെ, ഒരു കാര്യം ചെയ്യുക, ഞാൻ പോയി ആദ്യം വെള്ളം എടുത്തിട്ട് വരട്ടെ, ഒരു കാര്യം ചെയ്യുക, 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് വയ്ക്കണം അയ്യപ്പേട്ടെ. എന്നിട്ട് പറയണം, ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം എന്ന് പറയുകയാണ്. എന്നിട്ട് അയ്യപ്പേട്ടൻ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് കസേരയുടെ മണ്ടയിൽ കയറി നിൽക്കുന്നു, ടീപ്പോയുടെ മണ്ടയിലേക്ക് ചാടിക്കയറുന്നു. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം ഗോഷ്ഠികൾ നമ്മുടെ ഗോവിന്ദ് കാണിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്നിട്ട് പുള്ളിക്കാരൻ 2 പെഗ്ഗും എടുത്ത് 2 കയ്യിലായിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് പറയണേ, എന്തൊക്കെയാണോ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും മനസ്സിലായില്ല, ഞാൻ ഒത്തിരി തവണ നോക്കി, എന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തോ അഴകുഴഞ്ചനായിട്ട് എന്തോ ആമാശയത്തിൽ കൂടി എരിഞ്ഞു പോകുന്നെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല സത്യത്തിൽ, എന്തോ അഴകുഴാന്ന് പറഞ്ഞ് പറയുവാണ്. അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ 2 പെഗ്ഗും 2 കയ്യിലിരുന്ന മദ്യവും പുള്ളിക്കാരൻ കുടിക്കുകയാണ്. കുടിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ ആമാശയം മൊത്തത്തിൽ വെന്ത് കുളമായിട്ട് ഇറങ്ങിപ്പോയി, വെള്ളം പോലും ചേർക്കാതെ കഴിക്കുകയാണ്. പാവം അയ്യപ്പേട്ട എടുക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും ഗോവിന്ദ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ മായാഗീതു നീ വരുന്നില്ലേ, നീ എന്താ വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്, നീ വാ ഗീതു, എനിക്കിപ്പോൾ നല്ല ആവേശമുണ്ട്, നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പറയണം, അയ്യപ്പേട്ട എനിക്ക് നല്ല ആവേശം. അപ്പോൾ അയ്യപ്പേട്ടൻ പറയണം, ആവേശം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ, ഒന്നുകൂടെ ഒഴിച്ച് കുടിക്കുക, അപ്പോൾ ആ ആവേശം കുറച്ചുകൂടെ നന്നായിട്ട് വരും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഉടനെ ഗോവിന്ദ് ഒരു പെഗ്ഗൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് അങ്ങോട്ട് അകത്തോട്ട് വിട്ടിട്ട് പറയണം, ആവേശം ഒന്നുകൂടി ജ്വലിച്ച് പൊങ്ങട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെ അതിനുശേഷം ഗോവിന്ദ് ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്, ആവേശത്തോടു കൂടി കണ്ണും തുറക്കാൻ വയ്യാതെ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഗീതു വരികയാണ്. പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നു, വന്നിട്ട് വണ്ടി അവിടെ സ്കൂട്ടി കൊണ്ടുവന്ന് വെക്കുകയാണ്. ഗോവിന്ദ് ഇതൊന്നും അറിയുന്നില്ല. സ്കൂട്ടി കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് ഗീത് നോക്കുമ്പോൾ ഗോവിന്ദ് പൂസായിട്ടിരിക്കുന്ന കാണുകയാണ്. അത് കണ്ട ഉടനെ നമ്മുടെ ഗീത് പറയുകയാണ്, എടാ തെമ്മാടി കള്ളുകുടിയാ, നിനക്ക് എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ലടാ, ഞാൻ അങ്ങോട്ട് വരുന്നടാ, എടാ പൊടാന്നൊക്കെ പറയുകയാണ് പുള്ളിക്കാരത്തി. ഇത്രയും നാളും അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പറയണേ, ഞാൻ വരുന്നടാ എന്നും പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് വരികയാണ്. ഗീത് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഫാൻറ്റസിയിലെ ഗീതുവാണ് മുന്നിൽ നിൽക്കുന്നത്, മായ ഗീതുവാണെന്ന് പറഞ്ഞൊക്കെ പുള്ളിക്കാരൻ ഇരിക്കുകയാണ്. അപ്പോൾ ഗീതു അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഉടനെ ഗോവിന്ദ് ഗീതുവിനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മായ വന്നോ? അപ്പോൾ ഉടനെ ഗീതു, മായയോ? ഏത് മായ? അപ്പോൾ ഗോവിന്ദ് പറയണേ, എൻ്റെ മായ മനുഷ്യ, ഞാൻ ഗീതു, നിങ്ങൾക്കപ്പം വേറെ മായകളുമായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻ ഉണ്ടോ? അടുത്ത ദുരൂഹത എന്നിങ്ങനെ ഗീതു പറയണം. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, എൻ്റെ മായാ ഗീതു എന്ന് വിളിക്കുകയാണ്. മായാ ഗീതു? ആര് മായാ ഗീതു? നീ തന്നെയാണ് എൻ്റെ മായാ ഗീതു, എൻ്റെ ഫാൻറ്റസിയിലെ മായാ ഗീതു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണ കേട്ടോ. അപ്പോൾ ഉടനെ ഗീതു പറയണം, ഫാൻറ്റസിയോ? ആര്? അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയാണ്, നീ തന്നെയാണ് എൻ്റെ ഫാൻറ്റസിയിലെ ഗീതു. അപ്പോൾ ഉടനെ ഗീതു പറയുകയാണ്, എന്നെ വെറും ഫാൻറ്റസി ആക്കിയോ ദുഷ്ട എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഗീതുവിനോട് ഗോവിന്ദ് ആണ്, അതെ, നീ എൻ്റെ ഫാൻറ്റസി ഗീതുവാണ്, എന്നോട് ഒരുപാട് സ്നേഹമുള്ള എൻ്റെ ഫാൻറ്റസി ഗീതു. അപ്പോൾ ഉടനെ ഗീതു ആണ്, ഞാൻ ഫാൻറ്റസിയോ അല്ല കീൻറ്റസിയോ അല്ല, ഞാൻ ഒറിജിനൽ ഗീതു എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് ആണ്, അല്ല നീ ഒറിജിനൽ ഗീതു അല്ല, ഒറിജിനൽ ഗീതു രാക്ഷസി, കൊടും രാക്ഷസി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗീതു പറയണം,
രാക്ഷസിയുടെ വിശ്വരൂപം ഞാനിപ്പോൾ കാണിച്ചു തരാം മനുഷ്യ നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് എന്നിട്ട് ഗീതു ഇങ്ങനെ ഗോവിന്ദിൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദാണ് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ വെറും ഫാൻറ്റസി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗീതു പറയുകയാണ്, നിങ്ങളെ ഞാൻ വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ കൈ പിടിച്ച് പിരിച്ചിട്ട് ഇങ്ങനെ നീട്ടി വെച്ചിട്ട് കടിച്ച് പറിക്കുകയാണ്. കോഴിക്കാല് കടിച്ച് പറിക്കുന്നതൊക്കെ ഗോവിന്ദിൻ്റെ കൈയുടെ ഈ ഭാഗം ഇങ്ങനെ കടിച്ച് പറിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ ആദ്യമൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറും ഫാൻറ്റസി, വെറുതെ എനിക്ക് നോവില്ല, വെറും ഫാൻറ്റസി എന്നൊക്കെ പറഞ്ഞിട്ട് കടിച്ചങ്ങ് കുടയുമ്പം പുള്ളിക്കാരൻ ഒരു വിളിക്കുകയാണ്, എന്ന് പറഞ്ഞിട്ട് കിടന്ന് അലറയാണ്, കടിച്ച് പിടിക്കുകയാണ്, പുള്ളിക്കാരത്തെ കടിച്ച് പറിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ കിടന്ന് അലറി വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗീതു ചോദിക്കുകയാണ്, കണ്ടില്ലേ ഇപ്പം മനസ്സിലായോ ഫാൻറ്റസി അല്ലെന്ന്, ഞാൻ ഒറിജിനലാണെന്ന് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം അവിടെ ഇരിക്കുന്ന പ്ലേറ്റും കോഴിക്കാലും എല്ലാം വാരി വലിച്ച് ദൂരെ എറിയുകയാണ്, കുപ്പിയും പറക്കി എറിയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, എടീ ദുഷ്ടേ നീ ഇതെപ്പോൾ എത്തി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിനോട് ഗീതു പറയണം, ദുഷ്ട, നിങ്ങൾ ഞാനില്ലാതിരിക്കുന്ന സമയത്ത്, ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാണ് പണിയല്ലേ, ശരിയാക്കി തരുന്നുണ്ട്, നിങ്ങൾ ബെഡ്റൂമിലേക്ക് വന്നേരെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അയ്യപ്പൻ അങ്ങോട്ടേക്ക് വരികയാണ്, കുപ്പിയൊക്കെ കൊണ്ടുവരണം, രണ്ട് കയ്യിലും കക്ഷത്തും വെള്ളവും കുപ്പിയും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കണം, അയ്യപ്പേട്ടാ നിങ്ങൾക്കെങ്കിലും ഇത്തിരി വകതിരിവില്ലേ, കഷ്ടം, കൊച്ചു കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ നിങ്ങൾക്ക്, ഈ മനുഷ്യനെ പറഞ്ഞ് തിരുത്തേണ്ട നിങ്ങൾ അയാളെ നശിപ്പിക്കുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗീതു കുറേ വഴക്ക് കൊടുക്കണം അയ്യപ്പേട്ടന്. എന്നിട്ട് ഗീതു ഗോവിന്ദനെ നോക്കിയിട്ട് പറയണം, മോനിങ്ങോട്ട് വാ എൻ്റെ പൊന്നു മോൻ വാ, മുറിയിലേക്ക് ചെല്ലട്ടെ, ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ ഇങ്ങനെ പൂണ്ടടങ്ങം പിടിക്കുകയാണ്. ഗോവിന്ദ് പിടിവെട്ടിക്കുകയാണ്. ഗീതു ബാക്കിൽ കൂടെ ചെന്ന് ഹഗ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ പിടിവെട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഗോവിന്ദ് ഭയങ്കര ഫിറ്റ്, പുള്ളിക്കാരന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കിടന്ന് ആടുകയാണ്. അപ്പോഴത്തേക്ക് ഗീതു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പുള്ളിക്കാരനെ നേരെ നിർത്താനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുകയാണ്. പുള്ളിക്കാരന് അവസാനം ആളിന് നല്ല ഉയരം ഉണ്ടല്ലോ, ഗീതുവിന് കുറച്ച് ഉയരം കുറവാണല്ലോ. ഗീതു കൈയൊക്കെ എടുത്ത് ഗീതുവിൻ്റെ ഷോൾഡറിലിട്ട് പുള്ളിക്കാരൻ വീഴാതെയൊക്കെ പിടിക്കുകയാണ്. പക്ഷേ ഗോവിന്ദ് ഒരു രക്ഷയില്ല, ഗീതുവിനാണെങ്കിൽ നേരെ നിവർന്ന് നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ അയ്യപ്പൻ ചോദിക്കുകയാണ്, കുഞ്ഞെ ഞാനും കൂടെ പിടിക്കണോ കുഞ്ഞെ? അപ്പോൾ ഉടനെ ഗീതുവാണ്, നിങ്ങൾ പിടിക്കണ്ട, നിങ്ങൾ വന്ന് പിടിച്ചാലുണ്ടല്ലോ ഈ മനുഷ്യനെ പിടിച്ചിട്ട് ഇയാൾ എൻ്റെ പുറത്തൂടെ എങ്ങനെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമല്ല, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. പക്ഷേ നിങ്ങൾ എൻ്റെ പുറത്തൂടെ വീണാലുണ്ടല്ലോ എന്നെ പിന്നെ നിലത്തുനിന്ന് വടിച്ചെടുക്കാൻ പോലും കാണില്ല, ചമ്മന്തി ആയിപ്പോവും ഞാൻ, അതുകൊണ്ടേ വലിയ ഉപകാരമൊന്നും ചെയ്യേണ്ട, ചെയ്തെടുത്തോളം മതി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദനെ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗോവിന്ദന് ഓർമ്മ വരികയാണ്. ഗോവിന്ദൻ വിചാരിക്കുന്നത്, ഇവളെന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്, കൊള്ളാം, ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി കൂടുതലങ്ങ് അഭിനയിച്ചും കൂടി കൊടുക്കാം, അപ്പോൾ ഇവളെന്നെ നിലത്ത് പോവാതിരിക്കാൻ കൂടുതൽ ചേർത്തങ്ങ് പിടിക്കും എന്നിങ്ങനെ ഗോവിന്ദ് മനസ്സ് വിചാരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഗോവിന്ദന്, എൻ്റെ പൊന്നോ, ഗോവിന്ദന് നിലത്ത് കാല് പിന്നെ തീരെ ഉറക്കുന്നില്ല. പുള്ളിക്കാരൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഗീതു വലിച്ചു പറിക്കുന്നു, പിടിച്ചു വലിക്കുന്നു. അങ്ങനെ വല്ല ചാതി ഗീതു ഗോവിന്ദനെയും കൂട്ടിയിട്ട് നടന്ന് പോവുകയാണ്. അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനെയൊക്കെയോ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കയറിയിട്ടുണ്ട്. പുള്ളിക്കാരൻ കയ്യിൽ നിന്ന് താഴെ പോകാൻ നേരത്ത് പുള്ളിക്കാരത്തി അമർത്തിയൊക്കെ പിടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയും പിടിച്ചുകൊണ്ട് ഗീതു പോവുകയാണ്. ഇന്നറിയാം എന്തൊക്കെ സംഭവിക്കുമെന്നറിയാം. ഇനി ഗോവിന്ദ് മനസ്സ് തുറക്കുമോ, ഗീതു ഇടിച്ച് പതുക്കുമോ, പദം വരുത്തുമോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ഇന്നലത്തെ എപ്പിസോഡായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, ഇടി മിന്നൽ ഒന്നും ഒരു രക്ഷയില്ല. മഴ കാരണം വീഡിയോ ചെയ്യാനേ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, പവർ കട്ടാണെങ്കിൽ നേരത്തെ എന്നും കറണ്ട് കട്ട് ഇതുപോലെയൊന്നും ഇല്ലായിരുന്നു. കറണ്ട് കട്ട് കാരണം ഫോൺ ചാർജ് വയ്ക്കാൻ പറ്റുന്നില്ല, വൈഫൈ ഓൺ ആക്കാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്കറിയാം വീഡിയോ ഒന്നും സമയത്ത് വരുന്നതേ ഇല്ല. കാര്യം എൻ്റെ കയ്യിലെ തെറ്റല്ല, ചെയ്യാനേ പറ്റുന്നില്ല. ഇവിടെ എപ്പോഴും ഇതാണ് പവർ കട്ട്, മഴ, ഇടി. അങ്ങനെ ഇന്നലെ തന്നെ മൗനരാഗം സീരിയൽ കണ്ടവർക്കൊക്കെ മനസ്സിലാവും, ഭയങ്കര മഴയായിരുന്നു, എരപ്പാണ്. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഭയങ്കര എരപ്പാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.